ഇന്ത്യയിലെ കോവിഡ് മരണങ്ങൾ ഔദ്യോഗിക കണക്കുകളേക്കാൾ പല മടങ്ങ് വലുതാണെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി 3 കൊല്ലം മുൻപ് പറഞ്ഞിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരും ബിജെപിയും അദ്ദേഹത്തെ അന്ന് പരിഹസിക്കുകയാണ് ചെയ്തത്. ഇന്നിതാ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം അതായത് CRS പുറത്തുവിട്ട വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് പ്രകാരം സർക്കാരിന്റെ ഔദ്യോഗിക മരണസംഖ്യ കണക്കിനേക്കാൾ 6 ഇരട്ടി കൂടുതലാണെന്നാണ് CRSന്റെ കണക്കുകൾ പറയുന്നത്. രാജ്യത്തെ ജനന മരണ നിരക്ക് സംബന്ധിച്ച എല്ലാ കണക്കുകളും രേഖപ്പെടുത്തുന്ന ഔദ്യോഗിക സംവിധാനമാണ് CRS. കോവിഡ് ബാധിച്ചു മരിച്ചവരുടെ എണ്ണം രേഖപ്പെടുത്തിയതിൽ ഇന്ത്യ കൃത്രിമം കാണിച്ചെന്ന ലോകാരോഗ്യ സംഘടനയുടെ ഉൾപ്പെടെ ആരോപണം നിലനിൽക്കുകയാണ്. അതിനിടെയാണ് 2020 അപേക്ഷിച്ച് 2021 രാജ്യത്ത് 21 ലക്ഷം അധിക മരണങ്ങൾ ഉണ്ടായെന്ന സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റത്തിന്റെ റിപ്പോർട്ട് പുറത്തുവന്നത്. ഇതോടെയാണ് രാഹുൽ ഗാന്ധി 2022 മെയ് 6 ട്വിറ്ററിലൂടെ പുറത്തുവിട്ട കോവിഡ് മരണക്കണക്ക് വീണ്ടും ചർച്ചയാകുന്നത്. 2021 22 രാജ്യത്ത് 4 ലക്ഷം പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചതെന്ന് മോദി സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. 4 ലക്ഷമല്ല 40 ലക്ഷം പേർ മരിച്ചു എന്നായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് വെളിപ്പെടുത്തിയത്. മോദി കള്ളം പറയുകയാണെന്നാണ് രാഹുൽ 3 കൊല്ലം മുൻപ് പറഞ്ഞത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ ഉദ്ധരിച്ചായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണം. കോവിഡ് മൂലം 47 ലക്ഷം ഇന്ത്യക്കാരാണ് മരിച്ചത്. സർക്കാർ അവകാശവാദം വെറും 4.7 ലക്ഷം എന്നാണ്. അത് ശരിയല്ല. ശാസ്ത്രം കള്ളം പറയില്ല. പക്ഷേ മോദി കള്ളം പറയും. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളെ ബഹുമാനിക്കണം. അവരുടെ വേദന തിരിച്ചറിയണം. അവർക്ക് അർഹമായ സാമ്പത്തിക സഹായം നൽകണം എന്നാണ് രാഹുൽ ഗാന്ധി അന്ന് ട്വിറ്ററിൽ കുറിച്ചത്. ഈ കണക്കുകൾ സത്യമാണെന്നും പ്രധാനമന്ത്രി മോദി കള്ളം പറഞ്ഞുവെന്നുമാണ് CRS റിപ്പോർട്ട് ഇപ്പോൾ തെളിയിക്കുന്നത്. രാഹുൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നായിരുന്നു ബിജെപിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും നിലപാട്. CRS കണക്ക് പുറത്തു വന്നതോടെ മിണ്ടാട്ടം മുട്ടി നിൽക്കുകയാണ് ബിജെപിയും കേന്ദ്ര സർക്കാരും. CRS കണക്കുകൾ പ്രകാരം 2020 രാജ്യത്ത് 81.15 ലക്ഷം മരണങ്ങളുണ്ടായി. കോവിഡ് രൂക്ഷമായ 2021 1.02 കോടിയിലധികം മരണങ്ങൾ രജിസ്റ്റർ ചെയ്തു. 2020 അപേക്ഷിച്ച് 21 ലക്ഷം അധിക മരണം. 2021 കോവിഡ് ബാധിച്ച് 3,32,468 പേർ രാജ്യത്ത് മരിച്ചെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ടിരുന്ന ഔദ്യോഗിക കണക്ക്. ബാക്കിയുള്ള 17 ലക്ഷത്തിലധികം മരണങ്ങൾ സംബന്ധിച്ചാണ് സംശയം ഉയരുന്നത്. കോവിഡ് ബാധിച്ച് അല്ലെങ്കിൽ പോലും മുൻ വർഷത്തെ അപേക്ഷിച്ച് മരണങ്ങളിലെ ഈ അന്തരം എങ്ങനെയുണ്ടായതെന്നാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. മരണങ്ങളിലെ വ്യത്യാസത്തിൽ ഏറ്റവും മുന്നിൽ ഗുജറാത്താണ്. 5809 കോവിഡ് മരണങ്ങൾ 2021 ഉണ്ടായെന്നാണ് സംസ്ഥാനത്തിന്റെ കണക്ക്. എന്നാൽ മുൻ വർഷത്തേക്കാൾ 1,95,406 അധികം മരണങ്ങൾ 2022 സംസ്ഥാനത്തുണ്ടായെന്നാണ് CRS റിപ്പോർട്ട്. തിളങ്ങുന്ന ഗുജറാത്തിലെ കോവിഡ് മരണ നിരക്ക് അമ്പരപ്പിക്കുന്നതാണ്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ കോവിഡ് മരണങ്ങൾ സംഭവിച്ചുവെന്നാണ് CRS കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും രാഹുലിനെ പരിഹസിച്ചവർ ഇനി എന്തു മറുപടി പറയുമെന്നാണ് രാജ്യം കാത്തിരിക്കുന്നത്.